അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ക്യൂ സ്പോട്ടിലേക്ക് ഹൃദ്യമായ സ്വാഗതം. മനുഷ്യർ അള്ളാഹുവിനെ ആരാധിച്ചു പോന്ന കാലം മുന്നോട്ട് പോയപ്പോൾ പതിയെ പതിയെ വിഗ്രഹാരാധനയിലേക്ക് മനുഷ്യൻ വഴിമാറി. അള്ളാഹുവിനെ ആരാധിക്കുന്നതിൽ നിന്നും വിഗ്രഹാരാധനയിലേക്ക് മനുഷ്യൻ വഴിമാറിയപ്പോൾ ആ സമൂഹത്തെ നേർവഴിയിലേക്ക് നയിക്കാൻ വേണ്ടി അള്ളാഹു ഒരു പ്രവാചകനെ നിയോഗിച്ചു, നൂഹ് അലൈഹിസ്സലാം. വിശുദ്ധ ഖുർആനിൽ നൂഹ് നബി അലൈഹിസ്സലാമയുടെ കഥ വളരെ മനോഹരമായി അവതരിപ്പിക്കുന്നുണ്ട്. രാവും പകലും തൻ്റെ ജനതയോട് അള്ളാഹുവിനെ കുറിച്ച് നൂഹ് അലൈഹിസ്സലാം പറഞ്ഞുകൊണ്ടേയിരുന്നു. ആരും തന്നെ അത് ചെവികൊണ്ടില്ല. നൂഹ് നബി അലൈഹിസ്സലാമയെ കാണുമ്പോൾ തന്നെ ആളുകൾ ചെവിയിൽ വിരൽ തിരുകി, വസ്ത്രം കൊണ്ട് മുഖം പൊത്തി നൂഹ് നബിയെ ചീത്ത വിളിക്കാൻ ആരംഭിച്ചു. വളരെ വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമായിരുന്നു നൂഹ് അലൈഹിസ്സലാമയിൽ വിശ്വസിച്ചിരുന്നത്. തന്നെ ചീത്ത വിളിക്കുന്ന, തന്നെ കൂവുന്ന ആളുകളുടെ കൂട്ടത്തിൽ തൻ്റെ മകനും ഭാര്യയും ഉണ്ടായിരുന്നു എന്നത് അദ്ദേഹത്തെ വളരെ സങ്കടപ്പെടുത്തിയ ഒരു കാര്യമായിരുന്നു. ഏതായിരുന്നാലും 950 വർഷക്കാലം അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ആ ജനതയെ ക്ഷണിക്കാൻ വേണ്ടി നൂഹ് നബി അലൈഹിസ്സലാം പ്രവർത്തിച്ചു. പ്രവാചകൻ ഈ വഴിയിൽ നിന്ന് മാറുന്നില്ല എന്ന് കണ്ടപ്പോൾ നാട്ടുകാർ പറഞ്ഞു, ഇനി ഈ പണിയുമായി നീ വന്നാൽ നിന്നെ ഞങ്ങൾ കല്ലെറിഞ്ഞു കൊല്ലും. ഭ്രാന്തനെന്ന് വിളിച്ചു. പല രീതിയിൽ പരിഹാസങ്ങൾ ചൊരിഞ്ഞു. ഗത്യന്തരമില്ലാതെ അള്ളാഹുവിനോട് നൂഹ് അലൈഹിസ്സലാം ഈ ജനതയെക്കുറിച്ച് പരാതിപ്പെടുകയാണ്. അങ്ങനെയാണ് ഈ ജനതയെ ശിക്ഷിക്കാനുള്ള ആഹ്വാനമുണ്ടാകുന്നത്. അതിൻ്റെ മുന്നോടിയായി നൂഹ് നബി അലൈഹിസ്സലാമയോട് അള്ളാഹു ഒരു കപ്പൽ ഉണ്ടാക്കാൻ പറഞ്ഞു. ആ കാലത്ത് ആർക്കും കപ്പൽ പരിചയമില്ല. അങ്ങനെ ആ മരുഭൂമിയിലിരുന്ന് നൂഹ് നബി അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ മേൽനോട്ടത്തിൽ കപ്പൽ പണിയുകയാണ്. ആളുകൾ പരിഹസിച്ചു, ഇതെന്തൊരു പൊട്ടത്തരമാണ്, ഇതെന്തൊരു വിഡ്ഢിത്തമാണ്, ഈ മരുഭൂമിയിൽ എന്താണിത്, എന്തിനാണിത് എന്ന രീതിയിൽ അവർ പരിഹാസത്തോടെ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടേ ഇരുന്നു. അങ്ങനെ കപ്പലിൻ്റെ നിർമ്മാണം പൂർത്തിയായി. അള്ളാഹു നൂഹ് അലൈഹിസ്സലാമയോട് പറഞ്ഞു, നിന്നിൽ വിശ്വസിച്ച ആളുകൾ ഈ കപ്പലിൽ കയറണം. അതുപോലെ തന്നെ എല്ലാ ജീവജാലങ്ങളിൽ നിന്നും ഓരോ ഇണകളെ ഈ കപ്പലിലേക്ക് കയറ്റണം. അത്യാവശ്യം വലിയ കപ്പൽ തന്നെയായിരുന്നു നൂഹ് അലൈഹിസ്സലാം നിർമ്മിച്ചത്. ബൈബിളിൽ ഈ കപ്പലിനെ കുറിച്ചൊരു പരാമർശമുണ്ട്. ആ കപ്പലിന് 2 നിലകളായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് പറയുന്നു. ഇമാം ഹസൻ ബസ്രിയുടെ വീക്ഷണം അനുസരിച്ച് ഈ കപ്പലിന് 3 ഭാഗമുണ്ടായിരുന്നു. അതിൻ്റെ അടിഭാഗത്ത് ഇഴജന്തുക്കളും മൃഗങ്ങളുമായിരുന്നു. മധ്യഭാഗത്ത് മനുഷ്യരായിരുന്നു. മുകളിൽ പക്ഷികളുമായിരുന്നു എന്ന് അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇങ്ങനെ വിശാലമായൊരു കപ്പൽ. അങ്ങനെ ആകാശത്ത് നിന്ന് മഴ വർഷിക്കാൻ തുടങ്ങി. ഭൂമിയിൽ നിന്ന് ഉറവ പൊട്ടാൻ തുടങ്ങി. ആ മനുഷ്യരുടെ വീടുകളിലെ അടുപ്പുകളിൽ നിന്ന് പോലും ഉറവ പൊട്ടി വലിയ പ്രളയമുണ്ടായി. അങ്ങനെ ഈ പ്രളയത്തിൽ കപ്പൽ മുന്നോട്ട് പോവുകയാണ്. നൂഹ് അലൈഹിസ്സലാം തൻ്റെ മകനെ കാണുന്നുണ്ട്. തിരമാലയിൽ മുങ്ങിത്താഴുകയാണ്. യാ ബുനയ്യ, പൊന്നുമോനെ എന്ന് വിളിച്ചുകൊണ്ട് ഈ കപ്പലിലേക്ക് കയറാൻ വേണ്ടി ഈ പിതാവ് ആ മകനോട് പറയുന്നു. മകൻ ധിക്കാരത്തോടുകൂടി പറഞ്ഞു, ഞാൻ ആ മലയുടെ മുകളിൽ കയറി രക്ഷപ്പെടും. അവിടേക്കും വെള്ളം വരുന്നു. മകൻ ആ തിരമാലയിൽ പെടുന്നു. ആ പ്രളയത്തിൽപ്പെട്ട് മരണപ്പെടുകയാണ്. അവസാനം ഈ കപ്പൽ ഇതിലുള്ള മനുഷ്യരെയും പക്ഷിമൃഗാദികളെയും കൊണ്ട് ഒരു മലയിൽ ചെന്ന് അടിയുകയാണ്. അങ്ങനെയാണ് അടുത്തൊരു തലമുറ അവിടെ നിന്ന് ഉണ്ടാവുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ സംഭവത്തിൽ നിന്ന് പഠിക്കുന്ന കാര്യം, നൂഹ് അലൈഹിസ്സലാം എല്ലാ പ്രതിസന്ധികളുണ്ടായിട്ടും ആ പ്രതിസന്ധികളെ തരണം ചെയ്ത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വളരെ ക്ഷമയോടുകൂടി
മുന്നോട്ട് പോയി. എല്ലാ പരിഹാസങ്ങളെയും അദ്ദേഹം സഹിച്ചുകൊണ്ട് വളരെ വിനയത്തോടെയും ക്ഷമയോടെയും മുന്നോട്ട് പോയി. ആ രീതിയിൽ വളരെ ക്ഷമയോടുകൂടി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പ്രവർത്തിക്കാൻ നമുക്കെല്ലാവർക്കും സാധ്യമാകേണ്ടതുണ്ട്. അതുപോലെ തന്നെ തൻ്റെ എതിർപക്ഷത്തുറപ്പിച്ച മകൻ, ആ മകനോട് ഏറ്റവും അവസാന നിമിഷം വരെ വളരെ സ്നേഹത്തോടെ പെരുമാറിയ, സ്നേഹത്തിൻ്റെ ഭാഷയിൽ സംസാരിച്ച ഒരു പിതാവിനെയാണ് നമ്മൾ നൂഹ് അലൈഹിസ്സലാമയിൽ കാണുന്നത്. ഇങ്ങനെ കുറേ പാഠങ്ങൾ ഈ സംഭവത്തിൽ നിന്ന് നമ്മൾ പഠിക്കുകയാണ്. അപ്പോൾ അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട്, അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.